എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്പ് മേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മഹേന്ദ്ര താറിന്റെ 5 ഡോർ ആണ്. അപ്പം ഇതിന്റെ കുറേ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ മാസം കേരളത്തിൽ വെച്ചിട്ടാണ് നാഷണൽ ലോഞ്ച് നടന്നത്. 100ഓളം വാഹനങ്ങൾ അല്ലെങ്കിൽ 150ഓളം വാഹനങ്ങൾ പങ്കെടുത്ത ഒരു വലിയ നാഷണൽ ഡ്രൈവ് ആയിരുന്നു. നമുക്ക് അതിനകത്ത് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഷോറൂംസിൽ വണ്ടി വന്നപ്പോഴത്തേനും നമുക്ക് SS മഹേന്ദ്ര എന്ന് വിളിച്ച് വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഷോറൂം ലോഞ്ചിന് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. നമ്മൾ ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വാഹനം അവർ തന്നു വിട്ടിട്ടുണ്ട്, കൊണ്ട് റിവ്യൂ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിന്റെ ഫോട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് ചോദിക്കുക, ഇതിന്റെ ഒരു വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തറിയേണ്ട രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വീഡിയോയ്ക്ക് അത് കവർ ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് എന്ന് പറയുന്നത് 4x4 ആദ്യമേ ഇതിന്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് നമുക്ക് ഒരു റിയൽ വീൽ ഡ്രൈവ് വാഹനത്തിന്റെ മാത്രമേ വിശേഷങ്ങൾ മാത്രമേ ആദ്യത്തെ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഫോർ വീൽ ഡ്രൈവിന്റെ വേരിയൻസും അതിന്റെ പ്രൈസും മഹേന്ദ്ര അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒക്ടോബർ 3 മുതൽ വാഹനത്തിന്റെ ബുക്കിംഗ് ആരംഭിക്കുന്നതാണ്. നവംബർ മാസം തന്നെ നമുക്ക് വാഹനത്തിന്റെ ഡെലിവറി കൊടുത്തു തുടങ്ങാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും ആദ്യം ബുക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പാൻ ഇന്ത്യയിൽ അത്രയും ഹിറ്റായിട്ടുള്ള വണ്ടിയാണ്. നമുക്കറിയാം മഹേന്ദ്രയുടെ തന്നെ തലവരെ ഏറ്റവും ഈസി ആയിട്ട് മാറ്റി, അല്ലെങ്കിൽ അത്രയും ബ്രേക്ക് ത്രൂ കൊടുത്തൊരു വാഹനമാണ് താറും. അതുപോലെ തന്നെ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് വന്നിരിക്കുന്ന അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള 5 ഡോർ വെർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പൊതുവെ സംസാരിക്കാൻ പോകുന്ന താറിന്റെ 4 വീൽ ഡ്രൈവിനെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഏതൊക്കെ വേരിയന്റിൽ കിട്ടും, അതിന്റെ പ്രൈസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ്. കാരണം മറ്റേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഉള്ളത് ആക്ച്വലി 4 വീൽ ഡ്രൈവ് അല്ല, കാരണം വണ്ടി ഇതുവരെ ഷോറൂംസ് വന്നിട്ടില്ല. പക്ഷേ AX7 ലക്ഷറി ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഉള്ളത്. നമുക്ക് താർ ലഭിക്കുന്നത് MX1 മുതലാണ് ലഭിക്കുന്നത്. കാരണം ഇവരുടെ സീരീസ് നമുക്കറിയാം, MX അതുപോലെ AX സീരീസ് ആണ് വരുന്നത്. MX1, MX3, MX5 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് AX5, AX5 ലക്ഷറി, അതുപോലെ തന്നെ AX7 ലക്ഷറി, ഇത്രയും വേരിയൻസ് ആണ് നമുക്ക് പൊതുവേ ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള AX7 ലക്ഷറിയാണ്. അപ്പോൾ ഇതിനകത്താണ് എല്ലാ ഫീച്ചേഴ്സും ലോഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 4x4 ലഭിക്കുന്നത് MX5 മുതലാണ്. MX5, AX5 ലക്ഷറി, AX7 ലക്ഷറി, ഈ 3 വേരിയൻസിലാണ് നമുക്ക് 4 വീൽ ഡ്രൈവ് നമുക്ക് ലഭിക്കുന്നത്. ഡീസൽ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം എംഹോക്ക് ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2.0 ലിറ്റർ വരുന്ന എംഹോക്ക് വേരിയന്റിൽ, അതായത് ഡീസൽ വേരിയന്റിൽ മാത്രമേ 4x4 നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ 4x4 വരുന്ന സമയത്ത് 2 ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഇന്ത്യൻ OEM അല്ലെങ്കിൽ ഇന്ത്യൻ വാഹന നിർമ്മാതാവ്, പ്രത്യേകിച്ച് ഇങ്ങനെ 4x4 ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർ, അവരുടെ കമ്പനികളിൽ വന്നിരിക്കുന്ന 2 കിടിലൻ ഫീച്ചറാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ക്രോൾ സ്മാർട്ട് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ക്രോൾ സ്മാർട്ട് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 4x4 പോകുന്ന സമയത്ത് നമ്മളൊരു ഒബ്സ്റ്റക്കിൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വാഹനം ഓട്ടോമാറ്റിക്കലി ഒബ്സ്റ്റക്കിൾ സെൻസ് ചെയ്ത് വാഹനത്തിൻ്റെ ആക്സിലറേഷൻ കൂട്ടി ഒരു പ്രത്യേക RPM-ൽ തന്നെ കയറി പോകുന്നതിനാണ് ക്രോൾ സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ നമ്മുടെ 4x4 കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് വാഹനത്തിനകത്ത് ഒരു ഇൻ്റലി ടേൺ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇടുങ്ങിയ റോഡിലൂടെ ഒക്കെ പോകേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ വണ്ടി നിന്ന് തിരിക്കേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം ടേണിംഗ് റേഡിയസിനെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇൻ്റലി ടേൺ എന്ന് പറയുന്ന ഒരു ഫീച്ചറോട് ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇൻ്റലി ടേണിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡ് ബാക്കിലെ ടയർ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് ലോക്കാവും. അതായത് അത് അനങ്ങാതെ നിൽക്കും. ബാക്കിയുള്ള ടയേഴ്സ് മാത്രമേ, ഫ്രണ്ടിലെ 2 ടയറുകളും ഇത് മാത്രമേ കറങ്ങുള്ളൂ. അപ്പം ഒരു ഡ്രാഗ് ഫീലിൽ വാഹനം തിരിഞ്ഞു വരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ഫീച്ചേഴ്സാണ് 4x4 ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് നോക്കാം. ഈ ഒരു വാഹനം നമുക്ക് ഈ പറയുന്ന പോലെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 18.49 മുതലാണ്. അതായത് 23 ലക്ഷം മുതൽ 29 ലക്ഷം. ഈ ഒരു വാഹനത്തിൻ്റെ 4x4, അതായത് AX7-നകത്തേക്ക് വരുന്ന ലക്ഷറിയിലേക്ക് വരുന്ന സമയം 4x4 വരുന്ന സമയത്ത് 29 ലക്ഷമാണ് ഓൺ റോഡ് വരുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 23 ലക്ഷമാണ്. അതായത് ഓൺ റോഡ് പ്രൈസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ പ്രൈസസ് ഇപ്പം നമുക്ക് നൽകിയിരിക്കുന്ന SS മഹീന്ദ്രയാണ്. അപ്പം നല്ല ബെസ്റ്റ് പ്രൈസിംഗ് ആണ്. ഒരു 5 സീറ്റർ വാഹനത്തിനകത്ത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഫീച്ചറുകളുടെ കൂടാണ്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പൊതുവേ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന AX7 ലക്ഷറിക്കകത്തുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി 4x4-ൻ്റെ ഒരു അഡീഷനും കൂടെ വരുള്ളൂ. ഓക്കെ, അപ്പം ഈ 4x4 വരുമ്പം തന്നെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും, അതായത് AX7-ലേക്ക് വരുമ്പോൾ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും അതിലേക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മഹീന്ദ്ര എന്ന് പറയുന്നത് 1945 മുതൽ ഉള്ള ഒരു ബ്രാൻഡാണ്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ വന്നൊരു ബ്രാൻഡാണ്. വില്ലീസ് എന്നാണ് അവർ ഈ പറയുന്ന പോലെ അവരുടെ വാഹനത്തിൻ്റെ ഡിസൈൻ കോപ്പി അന്നേരം മുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തർക്കത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അന്ന് മുതൽ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ആ ഗ്രിൽസ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില്ലീസിലേക്ക് വരുമ്പോൾ 7 സ്ലോട്ട് ഗ്രില്ലായിരുന്നു. മഹീന്ദ്രയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് 6 സ്ലോട്ട് ഗ്രില്ലാണ് ഈ വാഹനത്തിനകത്ത്
കൊടുത്തിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് ഈ വാഹനത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രില്ലാണ്. അപ്പോൾ ഒരു ബോക്സി ഡിസൈനിലാണ് അതിൻ്റെ ഒരു ഗ്രില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നടുക്കായിട്ട് തന്നെ 360 ഡിഗ്രിക്ക് വേണ്ടിയുള്ള ഒരു ക്യാമറ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. 4 ക്യാമറാസാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത് 360ക്ക് വേണ്ടി. ഫ്രണ്ടിലും ബാക്കിലും 2 സൈഡിലുമായിട്ട്, അതായത് മിറേഴ്സിൻ്റെ അടിയിലുമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ പറയുന്ന പോലെ ഷേപ്ഡ് ആയിട്ട് വരുന്ന ഒരു DRലാണ് വരുന്നത്. ഒരു ഈ പറയുന്ന പോലെ ഒരു ക്രസൻ്റ് ആയിട്ടുള്ള മൂൺ, അതായത് തേങ്ങാപ്പൂള് പോലെ ഇരിക്കുന്ന ഒരു മൂണിൻ്റെ രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ LED ആയിട്ട് വരുന്ന നമുക്ക് LED DRLs ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് വരുന്നത്. അപ്പം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര റോഡ് പ്രസൻസ് ഉള്ള ഒരു ലൈറ്റാണ്. കാരണം സാധാരണ ആഫ്റ്റർ മാർക്കറ്റിൽ പോയാലാണ് നമ്മൾ ഇതുപോലത്തെ ലൈറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കമ്പനി തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പുറത്തുനിന്ന് പോകേണ്ട, ഇവിടെ തന്നെ ഉണ്ട്, ഇങ്ങ് പോരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ 2 വശത്തായിട്ട് ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതും ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ആണ്. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത്, ബമ്പറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഫോഗ് ലാംപ്സും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഫ്രണ്ടിൽ നിന്നൊക്കെ തന്നെ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ചങ്കി മാസ് ആയിട്ടുള്ള ഒരു ലുക്കുള്ള ഒരു വാഹനമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ബോണറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഈ പറയുന്നത് ഇവിടെ ആ ഒരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വാഹനത്തിൻ്റെ ആഡഡ് ആയിട്ടുള്ള ബ്യൂട്ടിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. പിന്നെ ഗ്ലാസിൻ്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ അഡാസിനുള്ള ക്യാമറ നമുക്ക് കാണാം. അപ്പോൾ അഡാസ് ലെവൽ 2 ആണ്. 10 ലെവലിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് അഡാസിനകത്തുണ്ട്. കാരണം ഇത് ഇന്നത്തെ കാലത്തുള്ള എല്ലാ ടോപ്പ് എൻഡ് വേരിയൻ്റ് വാഹനങ്ങൾക്കകത്തും അഡാസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമറയും അതിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പ്രധാനമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും പറയാനില്ല. താറ് നമ്മൾ എന്നും കാണുന്ന വാഹനമാണ്. പ്രധാനമായിട്ടും ഈ ഗ്രില്ലിൻ്റെ വ്യത്യാസം, ലൈറ്റിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈഡിലേക്ക് നമുക്ക് നോക്കാം. സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു വാഹനം 4428 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് 2850 മില്ലിമീറ്ററാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 650 മില്ലിമീറ്ററാണ്. അതായത് നമുക്ക് ഈ ഒരു താറ് ചെളിയിലേക്കൂടെ വെള്ളത്തിൽ കൂടെ ഇറക്കുന്നതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്നോർക്കലിൽ കൂടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി മുങ്ങിപ്പോയാലും വാഹനം ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. നമ്മൾ എത്രയോ വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അപ്പം ഈ വാഹനത്തിൻ്റെ ഫെൻഡേഴ്സിൻ്റെ വലിയ വീതിയേറെ ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ടയേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേനും 19 ഇഞ്ച് ടയറാണ് വരുന്നത്. പ്രൊഫൈൽ വരുന്നത് 255/60 R19 ആണ് ടയേഴ്സ് വരുന്നത്. അപ്പോൾ ഓൾ ടെറൈൻ ടയേഴ്സ് MRFൻ്റെ ആണ് കിടക്കുന്നത്, നല്ല കട്ടയുള്ള കിടിലൻ ടയർ. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഈ വാഹനം ഓടിച്ചുകൊണ്ട് വന്നത്, അപ്പം നമ്മൾ താർ ഓടിക്കുമ്പോഴും ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴും മനസ്സിലായി ഇത് കുറച്ചും കൂടെ ഒരു കാറിലേക്ക് ഫീൽ ആയി. മറ്റേ റഗഡ്നെസ് ഒക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു ഓഫ് റോഡ് വാഹനങ്ങൾ എന്ന് പറയുമ്പം എനിക്ക് 1-2 ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയ ഒരു ഫീൽ എന്ന് പറയുന്നത് ഇതിലേക്ക് വന്ന സമയത്ത് വണ്ടി കുറച്ചുകൂടെ സ്മൂത്തറായി പോയി. അതായത് കുറച്ചും കൂടെ മയപ്പെട്ടു പോയി, നല്ലവനായി ഉണ്ണിയായെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട്. അതായത് പക്ക ഓഫ് റോഡേഴ്സിന് കുറച്ചുകൂടെ ഒക്കെ ഹാർഡറായിട്ട് വണ്ടി ഒന്ന് കുലുങ്ങി ഒരു മിക്കവരും ഈ പറയുന്ന പോലെ പഴയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അവർ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരല്ലേ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് കാറിലേക്ക് ഓടിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഓവറോൾ വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി എല്ലാം സൂപ്പറാണെന്നുള്ളൊരു ഫീഡ്ബാക്കാണ് നമുക്ക് പൊതുവേ കിട്ടുന്നത്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് കുറച്ചും കൂടെ ഫാമിലീസിന് പറ്റും. 5 ഡോർ എന്ന് പറയുമ്പം കുറച്ചുകൂടെ നമുക്ക് ലക്ഷറി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ സെഗ്മെൻറ്റിലേക്കാണ് ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റേ ഈ നോർമലി താർ എന്ന് പറയുന്ന ഫാമിലീസിന് അത്ര ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിൾ അല്ല. കാരണം കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലാണ്, ബോഡി റോളിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് എല്ലാം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയറിലേക്ക് വാട്സ്ലിംഗ് സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. അതായത് റീബൗണ്ട് നോക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കട്ടറിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഷോക്ക് ഇങ്ങനെ അടിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് പ്രസ് ആയി കഴിഞ്ഞാൽ പതുക്കെ തിരിച്ച് മുകളിലോട്ട് റിലീസ് ആവുള്ളൂ. അപ്പോൾ ആ ഒരു കുലുക്കം കുറവായിരിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. സാധാരണ ജീപ്പിലാണ്, അതായത് നമ്മൾ ഈ ജീപ്പ് കോമ്പസ് അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെയാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമിംഗ് ഒക്കെ കാണുന്നത്. അപ്പോൾ അത് ഈ ഒരു വാഹനത്തിനകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. ഇനി അടുത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഏരിയയിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സ് നമുക്കറിയാം, ഇതിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ബോക്സി ആയിട്ടുള്ള വരുന്ന മിറേഴ്സ് ഉണ്ട്. അതിനടിയിൽ തന്നെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പം അതേപോലെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഫുഡ് സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ആക്സസറി ആണോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി ആക്സസറി ആയിരിക്കില്ല. കാരണം ഒന്നാമത്തെ ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റ്സ് തന്നെ ആയിരിക്കും. അപ്പം 5 ഡോറിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് കാണുന്നത്. ശരിക്കും ഇതിനൊരു ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇതിലിപ്പോൾ ഹാർഡ് ടോപ്പാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പഴയ ജീപ്പുകളിലും കാര്യങ്ങളൊക്കെ ടാർപുളിൻ ആയിരുന്നെങ്കിൽ ഇന്നത്തെ മോഡേൺ വാഹനങ്ങളിലൊക്കെ എല്ലാം കിഡിലിനായിട്ടുള്ള ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഈസ്റ്റർ എഗ്സ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ്. കണ്ടോ, ഇതിനകത്തൊരു താറിങ്ങനെ ഒരു കയറ്റം കയറി പോവാണ്. അപ്പോൾ ഇതൊരു താഴെ ഒരു ഡെസേർട്ട്, അപ്പം കുന്നും മലയൊക്കെ കയറി പോകുന്നതാണ് ഇവർ പറഞ്ഞു വരുന്നത്.
അപ്പോൾ ബാക്ക് സൈഡ് ഡിസൈൻ ഇങ്ങനെ തന്നെ വരുന്നത്. റാംഗ്ലറിൻ്റെ ഒക്കെ അതേ ഒരു ഡിസൈനിലാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് 7 കളേഴ്സിൽ നമുക്ക് ഈ വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രാൻഡിങ് ഇവിടെ ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ബ്രാൻഡിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ 19 ഇഞ്ചിൻ്റെ ടയർ തന്നെ നല്ല മാസീവായിട്ടുള്ള ഫീല് വാഹനത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം. അപ്പം ഇതാണ് വാഹനത്തിൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. ഒരു വലിയ റിയൽ വീൽ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് മറ്റേ താറ് നമുക്ക് ഓപ്പൺ ആക്കുന്ന പോലെ നമുക്ക് ആദ്യമേ ഈ ഡോർ ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ വെച്ച് പോകേണ്ട ഇഷ്ടം പോലെ സ്പേസ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെയർ വീല്, അയ്യോ കാറിനകത്തൊക്കെ നമ്മൾ നോക്കുന്നത് പോലെ നമ്മൾ അവിടെ നോക്കിയത്, പക്ഷേ നിങ്ങളെ തുടക്കത്തിൽ തന്നെ കാണിച്ചായിരുന്നു. ഇതിൻ്റെ ബാക്കിലാണ് ആ ഒരു മറുക് പോലെ ഈ പറയുന്ന പോലെ അവിടെ ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടെ ആ ഒരു ബോക്സ് ഡിസൈനിലുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് കുറച്ചും കൂടെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കാരണം മറ്റേ താറിനെ ഓൺലൈനേക്കാളും ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ എന്നാലും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. താഴോട്ട് വരുമ്പോൾ റിഫ്ലക്റ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ 5 ഡോർ എന്ന് പറയുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കാണിക്കണമല്ലോ. 90 ഡിഗ്രി ഏകദേശം ഓപ്പൺ ചെയ്ത് 90 ഡിഗ്രി ഏകദേശം അല്ല 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വൈറ്റ് ആയിട്ട് വരുന്ന ഭയങ്കര നീറ്റായിട്ടുള്ള ഫാബ്രിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ പ്രശ്നമുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ചെളി പിടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ വലിയ മെനക്കേടാണ്. കാരണം നമ്മൾ അതുപോലെ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഒരു ഓഫ് റോഡ് ഇപ്പോൾ 4x4 വരുമ്പോൾ ഇനി എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഈ ചെളിക്കാത്തവരൊക്കെ പോകുന്ന സമയത്ത് വൈറ്റ് ഇൻറ്റീരിയർ വെച്ച് ഇവരിത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. പക്ഷേ ഭയങ്കര ഈ വൈറ്റിന് ഒരു ഭയങ്കര പ്രീമിയംസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കാണുന്ന സമയത്ത് ഭയങ്കര നീറ്റായിട്ടാണ് വണ്ടി ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഡോറും അതിൽ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എന്നെ അട്രാക്റ്റീവ് ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് കേട്ടോ. ഹർമാൻ കാർഡിൻ്റെ ഓഡിയോ സിസ്റ്റമാണ്. 9 സ്പീക്കറുകളാണ് ഈ സംഭവത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഡോർ ട്രിമ്മിലൊക്കെ ആണെങ്കിലും ആ സ്പീക്കേഴ്സ് ഹർമാൻ കാർഡിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അടിപൊളി ഓഡിയോ സിസ്റ്റമാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോഴ്സിനകത്തുള്ള എല്ലാ കൺട്രോൾസും ഉണ്ട് കേട്ടോ. പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് എല്ലാം ഡോറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാഹനം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യുന്ന സ്വിച്ചസും ഒക്കെ ഈ വാഹനത്തിനകത്ത് ഈ ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ വരുന്നുണ്ട്. അപ്പം ഡോറൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡോറുകളാണ്. ഏറ്റവും ടോപ്പ് ആൻഡ് ട്രിംസിലേക്ക് വരുന്ന സമയത്താണ് ഇവിടെ ലെതററ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ലെതർ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വശത്തേക്ക് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ കൺസോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല നമുക്ക് പുറമൊക്കെ നല്ല രീതിയിൽ ശാരീരിക്കാൻ പാകത്തിലുള്ള ബോൾസ്റ്റേഴ്സ് ഒക്കെ വരുന്ന അടിപൊളി ഒരു സീറ്റാണ്. താറിൻ്റെ ഒരു എംബോസിംഗ് ഒക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് 6 എയർ ബാഗ് ഈ വാഹനത്തിനകത്തുണ്ട്. സീറ്റ്സിലൊക്കെ എയർ ബാഗ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. മൊത്തം 6 എയർ ബാഗാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാ വേരിയൻസിലും 6 എയർ ബാഗോടുകൂടി സേഫ്റ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ നമുക്ക് ESP സ്യൂട്ട് 9 ഒക്കെ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എല്ലാ എഫക്റ്റുകളും, അതായത് വേറെ ഒരു ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമാണ് വരുന്നത്. അപ്പോൾ വാഹനം കോൺട്രോൾ ചെയ്യുന്ന സമയത്തും വളരെ സ്പീഡിൽ പോകുന്ന സമയത്തൊക്കെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് യാതൊരു കുറവുണ്ടാകത്തില്ല. അപ്പോൾ ഇനി അകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊന്ന് പറയാം. 5 ഡോർ താറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്ന 2 സ്ക്രീനുകളാണ്. 10.2 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ്. ഇത് ശരിക്കും എൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിലേക്ക് വരുമ്പം അലക്സയുടെ കണക്ടിവിറ്റി ഉണ്ട്, അഡ്രീനോക്സ് ഉണ്ട്. അപ്പോൾ അഡ്രീനോക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി 700 മുതൽ കാണുന്നതാണ്. അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഏകദേശം 40ഓളം ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വാഹനത്തിനകത്ത് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരുന്നൊരു സ്ക്രീനാണ്. പിന്നെ അത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. എല്ലാ കണക്ടിവിറ്റീസും ഉണ്ട്. നമുക്ക് മൊബൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാണ്ട് പറ്റും. ആപ്പിൾ കാർപ്ലേ വയേർഡ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, മറ്റേത് വയർലെസ്ലി ആയിട്ടാണ് കണക്ട് ചെയ്യാണ്ട് സാധിക്കുന്നത്. ഇനി അപ്ഡേറ്റ് വരുന്ന സമയത്ത് അത് വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതിനുശേഷം ഇവിടെ ചെറിയ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിവിടെ കാണാനുണ്ട്. ഇവിടെ നമുക്ക് ക്യാമറയുടെ ബട്ടണും കാര്യങ്ങളൊക്കെയാണ്, 360 ഡിഗ്രിയുടെ ക്യാമറയുടെ ബട്ടണും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയെല്ലാം സിംഗിൾ ടച്ചിൽ കിട്ടുന്ന രീതിയിലാണ് റേഡിയോയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് AC-യുടെ വെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൗണ്ട് ആയിട്ട് വരുന്ന ഈ പറഞ്ഞ ഒരു സിൽവർ ഗാർണിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു AC-യുടെ വെൻ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലിൻ്റെ ഫിനിഷ് വരത്തക്ക രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് AC-യുടെ കൺട്രോൾസും
കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ നമുക്കിവിടെ മിനി കോപ്പറിലൊക്കെ കാണുന്ന പോലെയുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ സ്വിച്ചസിനകത്ത് എടുത്ത് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് വെന്റിലേഷനാണ്. ഇപ്പം കോ ഡ്രൈവറിനുള്ള സീറ്റ് നമുക്ക് വെന്റിലേറ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എയർ ബാഗ്, നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് വെക്കാനുള്ള സംഭവങ്ങളാണ്. ഇതിനകത്ത് ഡ്രൈവ് മോഡുകളുണ്ട്. അപ്പോൾ ഡ്രൈവ് മോഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഈ നമുക്ക് സിറ്റി ഡ്രൈവ്, എക്കോ മോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് സിപ്പ്, സൂം ഇങ്ങനെ പറയുന്ന 2 ഡ്രൈവ് മോഡുകൾ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 3 ടെറൈൻസ് നമുക്ക് അവർ കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് ഓഫ് റോഡ് വാഹനമാണ്, പ്രത്യേകിച്ച് സ്നോ, മഡ്, സാൻഡ് ഇങ്ങനെ 3 ടെറൈൻസിലാണ് നമുക്ക് വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ട്രാക്ഷൻ അതിൻ്റെ വ്യത്യാസപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ AC-യുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സി പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ USB ഇൻപുട്ടും കാര്യങ്ങളൊക്കെ ആ വാഹനത്തിനകത്ത് നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. തൊട്ട് താഴെയായിട്ട് വയർലെസ്ലി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ പാഡാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഫോണൊന്നും അതിൻ്റെ സൗകര്യങ്ങളില്ല. കുറച്ചുകൂടെ കൂടിയ ഫോൺസിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ നമുക്ക് വയർലെസ്ലി ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി വാഹനത്തിനകത്ത് നമുക്ക് ഇതിൻ്റെ ഗിയർ ലിവറാണ് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. 80 ആണ് ഗിയർ ബോക്സ് വരുന്നത്. അപ്പോൾ ആ ഒരു ഗിയർ ലിവറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ഇത് 4x4 വരുന്ന സമയത്ത് ആക്ച്വലി ശരിക്കും ഇതിന് സാധാരണ മറ്റേ വണ്ടിക്കൊക്കെ കുട്ടി ലിവറൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബ്രോഷറിൽ നിന്ന് വായിക്കാൻ സാധിച്ചത് ഈ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ സ്വിച്ച് ഇട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന 4x4 ഡിഫറൻഷ്യൽ ലോക്സ് ആണ് വരുന്നത് പറയുന്നത്. അതായത് കൂടിയ വാഹനങ്ങളിലൊക്കെ ഉള്ള പോലെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ OEM വെൻഡറിന് ഈ പറയുന്ന പോലെ ഇലക്ട്രിക്കലി ഈ പറയുന്ന ഡിഫറൻഷ്യൽ എൻഗേജ് ചെയ്യുന്ന സിസ്റ്റം വരുന്നതാണ് ഇവരുടെ ബ്രോഷറിൽ കണ്ടത്. അപ്പോൾ ഇതിന് കുട്ടി ലിവറിന് പകരം ഓൾറെഡി സ്വിച്ചസ് ആയിരിക്കും അതിനകത്ത് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തണം കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ വെക്കാനായിട്ടുള്ളത്, ഇപ്പം വാഹനത്തിൻ്റെ താക്കോലും കാര്യങ്ങളൊക്കെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്കൊരു ഫോണാണെങ്കിൽ നീട്ടി നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ശരിക്കും താക്കോൽ അവിടെയല്ല, ഇവിടെയാണ് വെക്കേണ്ടത് താക്കോൽ. അപ്പോൾ അതിവിടെ എഴുതി അതിൻ്റെ ഒരു പടവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഉണ്ട്. അതുപോലെ ഓട്ടോ ഹിൽ ഹോൾഡിനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ 2 ചെറിയ കപ്പ് ഹോൾഡേഴ്സാണ് കേട്ടോ. അതായത് ബോട്ടിൽ ഹോൾഡർ അല്ല, കപ്പ് ഹോൾഡറാണ്. 2 കപ്പുകൾ ഇവിടെ വെച്ച് നമുക്ക് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ആംബ്രസ്റ്റിൻ്റെ 2 പാർട്ടായിട്ടാണ് കണ്ടോ. ഈ ഒരു വശം നമുക്ക് ഡ്രൈവറിന് ഇഷ്ടമുള്ള രീതിയിൽ സ്ലൈഡ് ചെയ്യാം, മറ്റേ ആൾ ഉള്ള സൗകര്യത്തിലൊക്കെ കൈവച്ചോണം. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ക്വാളിറ്റി ഭയങ്കര എക്സലൻ്റ് ആണ്. അതുപോലെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 5.6 ഇൻറ്റീരിയറിലേക്ക്, പ്രത്യേകിച്ച് ഡാഷ് ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എടുത്ത് പറയേണ്ട കാര്യം കണ്ടോ, ഒരു ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലെതർ കവേർഡ് ആയിട്ട് വരുന്ന ഒരു ഡാഷ് ബോർഡാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഈ ഒരു AC-യുടെ എയർ വെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ടൊക്കെ ഒരു കാർബൺ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ റഗ്ഗഡ് ആയിട്ടുള്ള ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു ഇൻറ്റീരിയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആഡിത്വം, ഒരു സന്തോഷമൊക്കെ തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ. പിന്നെ 2 വശത്തായിട്ട് ഗ്രാബ് റീൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കറിയാം ഇവിടെ സൺവൈസേഴ്സ് വിത്ത് ആൻറ്റി മിറേഴ്സും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. 2 വശത്തും അങ്ങനെയുള്ള സംവിധാനമാണുള്ളത്. പിന്നെ IRBM-നെ കുറിച്ച് പറഞ്ഞാൽ ഒരു എൻലെസ് ഡിസൈനാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ഓട്ടോ ഡിമ്മിങ് IRBM ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴാണ് മറ്റേ ക്യാമറയുടെ യൂണിറ്റ് കാണുന്നത്. പിന്നെ റൂഫിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 2 ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ലൈറ്റ്സ് ആണ്, LED ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു സൺറൂഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാൻഡമിക് ആയിട്ട് വരുന്ന അടിപൊളി ഒരു സൺറൂഫാണ്. അത്യാവശ്യം ബാക്ക് വരെ നീളമുള്ള ലൈക്ക് നമുക്ക് തുറക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു സൺറൂഫാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഈ പറയുന്ന പോലെ ഇതും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. 1 ടച്ചാണ്. ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. പക്ഷേ താറിൻ്റെ ഈ 5 ഡോറിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ഭംഗിയാണ് കാണാനെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ആണ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു വശത്തു നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമുക്കിനി മെയിനായിട്ട് ഈ വാഹനം 5 ഡോറിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് റോ സീറ്റ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ 5 ഡോറിൻ്റെ സെക്കൻഡ് റോ സീറ്റുകളിലേക്ക് വരുവാണ്. അപ്പം സെക്കൻഡ് റോ സീറ്റുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു കംഫോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. 2850 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് നമ്മൾ സീറ്റ്സ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനും സാധിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഈ പറയുന്ന പോലെ ലെഗ് റൂം വാഹനത്തിനകത്ത് കണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ ലെഗ് റൂം കാണാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാതിൽ 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. ബാക്കിലെ റോയിലേക്ക് കയറുക പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓടി ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു സ്പേസ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഹെഡ് റൂം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു ഗ്രാബ് റെയിൽ ഉണ്ട്. അതുപോലെ നമുക്കൊരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ.
ഇവിടെ നിന്നുള്ള ഒരു വിസിബിലിറ്റി ആണെങ്കിലും നല്ല ഒരു വിസിബിലിറ്റിയാണ്. പിന്നെ സീറ്റ് നല്ല വീതിയുണ്ട്. കാരണം ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ആംബ്രസ്റ്റ് ഉണ്ട്. കാരണം ഇതിൽ പുതിയ വാഹനം ആയതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് കവർ ഒന്നും പൊട്ടിക്കാത്തതുകൊണ്ട് തുറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഒരു ആംബ്രസ്റ്റ് നമുക്ക് നിർത്തി വെക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ ISO ഫിക്സ് ആയിട്ട് വരുന്ന ചൈൽഡ് സീറ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സേഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി ആഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് 4 വീലുള്ള ഡിസ്കുകൾ വരുന്നു, 6 എയർ ബാഗുകൾ വരുന്നു, ASPCUT9 വരുന്നു, ട്രാക്ഷൻ കൺട്രോൾ വരുന്നു, പിന്നെ ഡ്രൈവിംഗ് മോഡ്സ് വരുന്നു, പിന്നെ ISO ഫിക്സ് ചൈൽഡ് സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും എല്ലാം കൊണ്ട് വരുന്ന സമയത്ത് വാഹനം സൂപ്പറായിട്ടുള്ള സേഫാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഓഫ് റോഡിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വാഹനങ്ങളാണല്ലോ പൊതുവേ വരുന്നത്. അപ്പോൾ ഇവരുടെ ബോഡിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്ന വാഹനങ്ങളാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് ചാരി ഇരിക്കാൻ വേണ്ടി നമുക്ക് 2 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഇത് അഡ്ജസ്റ്റബിൾ അല്ല, നടുക്കുള്ളത്, പക്ഷേ 2 അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് സീറ്റിലേക്ക് വരുന്ന സമയത്ത് വരുന്നത്. ഇതും പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഓപ്ഷൻസും ഇതിന്റെ ഒരു ചെറിയ ഡ്രൈവ് വിശേഷങ്ങളും നമുക്ക് നോക്കാം. മഹീന്ദ്ര താറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 5 ഡോറിലേക്ക് ആണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ആണ് കിട്ടുന്നത്. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. പെട്രോൾ വരുമ്പോൾ നമുക്ക് M-Stallion ആണ് വരുന്നത്, ഡീസൽ വരുമ്പോൾ M-Hawk എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിട്ടുള്ള പെട്രോൾ വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ പെട്രോളിൻ്റെ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു 2 ലിറ്ററാണ്. പെട്രോൾ 2 ലിറ്റർ എഞ്ചിനും ഡീസൽ 2.2 ലിറ്ററുമാണ് എഞ്ചിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഇത് 174 PS ആണ്, ഹോഴ്സ് പവറാണ് വാഹനത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. 370 Nm ടോർക്ക് ഡെലിവറിയും. മാനുവലിലേക്ക് വരുന്ന സമയത്ത് 330 Nm ടോർക്കും അതുപോലെ തന്നെ 150 PS പവറാണ് ഡെലിവറി ചെയ്യുന്നത് പറഞ്ഞത്. ഇനി 4x4ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡീസലിൽ മാത്രമേ നമുക്ക് 4x4 അവൈലബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പം അതും അതിൻ്റെ ഒരു ടോക്ക് ഫിഗറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡീസലിലേക്ക് വരുന്ന സമയത്ത് 150 PS ആണ് മാനുവൽ വേരിയൻറ്റിലേക്ക് വരുന്നത്. അതുപോലെ 330 Nm ടോർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഈ പറയുന്ന പോലെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് 172 PS-ഉം 370 Nm ടോർക്കുമാണ് വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതൊക്കെ റോഡിൽ ഓടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മൈലേജ് ഫിഗേഴ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാം. കാരണം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വാഹനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് സ്പെസിഫിക് ആയിട്ടുള്ള വാഹനങ്ങളാണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതലായിട്ട് നമുക്ക് ഒരു ഓഫ് റോഡ് സ്റ്റൈലിങ്ങിനും ഒക്കെ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിപ്പോൾ ലക്ഷറിയും കൂടെ ആയിട്ടാണ് വരുന്നത്, ലൈഫ് സ്റ്റൈലും കൂടെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മൈലേജസ് ഒക്കെ ഇനി കണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് വാഹനം ഒന്ന് ഓടിച്ച് നമുക്ക് ഈ വാഹനത്തിൻ്റെ വീഡിയോയുടെ എൻഡിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മളൊരു വാഹനത്തിൻ്റെ ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിന്ന് വാഹനം കൊണ്ട് തന്നിരിക്കുന്ന SS മഹേന്ദ്ര എന്ന നമ്മുടെ സ്വാബറും രവീണുമാണ്. ഇവർ രണ്ടുപേർക്കും നമസ്കാരം. ഒരു വാഹനത്തിൻ്റെ ഒരു ഇനിഷ്യലായിട്ടുള്ളൊരു ഫീല്, പ്രത്യേകിച്ച് നമ്മളൊരു സീറ്റിംഗ് പൊസിഷൻ പറയുമ്പം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. അല്ലാതെ തന്നെ ഭയങ്കര ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സീറ്റ് പൊസിഷനാണ്. നല്ല പൊക്കത്തിലിരുന്ന് താഴോട്ട് നോക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വലിയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ബസ് ലോറിയൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് കിട്ടുന്ന അതേ ഒരു വലിയൊരു ഫീലാണ്. എന്നാൽ ഈ വാഹനം അത്യാവശ്യം നല്ല സൈസുള്ള വാഹനമാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഏതോ വീതി കുറഞ്ഞ വഴിയിൽ കൂടെയും അല്ലെങ്കിൽ വാഹനം പോകുന്ന വഴിയിൽ കൂടെ നമുക്ക് കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ 360 ഡിഗ്രി ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഒബ്സ്റ്റക്കിൾസ് ഒന്നും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈസിലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ വേണ്ടി അഡാസിൻ്റെ ഫീച്ചേഴ്സ് 10 ലെവലുകളോടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വിശദീകരിച്ച് പറയാനായിട്ട് നിൽക്കുന്നില്ല. കാരണം അഡാസ് ലെവൽ 2 എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലെയിൻ കീപ്പും ലെയിൻ ഡിപ്പാർച്ചറും അങ്ങനെയുള്ള വാഹനങ്ങൾ, എമർജൻസി ബ്രേക്ക്, ഇതൊക്കെ വരുന്ന ഒരു സിസ്റ്റംസ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതീവ സുരക്ഷിതമായിട്ടുള്ളൊരു വാഹനമാണ് ഈ പറയുന്ന 5 ഡോർ താർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. പുറകിലൊക്കെ വാട്ട്ലിംഗ് സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ ഈ ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ് ഒക്കെയാണ് ഫ്രണ്ടിലും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റീബൗണ്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം എനിക്കിത് ഓടിക്കുമ്പോൾ മനസ്സിലാകും, നമ്മൾ താർ നോർമലി ഉള്ളൊരു 3 ഡോർ ഓടിക്കുന്ന ഒരു വാഹനം 5 ഡോർ ഓടിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് കുറച്ചും കൂടെ ഒരു ഈ പറയുന്ന പോലെ ലക്ഷറി കാർ ലൈക്ക് ഫീലിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇത് ലൈഫ് സ്റ്റൈലായിട്ട് ഇറക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ, കുറച്ചുകൂടെ ഫാമിലീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സസ്പെൻഷനൊക്കെ കുറച്ചും കൂടെ ട്യൂൺ ചെയ്ത് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് വരുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് ആണെങ്കിൽ നല്ല റെസ്പോൺസാണ്. പിന്നെ നമുക്കൊരു താർ ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ബലപ്പെട്ട സ്റ്റിയറിംഗ് ആണ് വരുന്നതെങ്കിൽ ഇതിനോട് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്മൂത്ത്നെസ്സും ഉണ്ട്. എന്നാൽ അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. കാരണം ഓഫ് റോഡിനെ സംബന്ധിച്ച് വരുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ സ്റ്റിയറിംഗ് ഒക്കെ ടൈറ്റായിട്ട് ഓടിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓടിച്ച് അങ്ങ് ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം കുറച്ചുകൂടെ എളുപ്പത്തിലേ, പണ്ട് നമ്മൾ ഈ മാനുവലായിട്ടുള്ള കാറുകൾ ഓടിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അതാണ് താല്പര്യം. ഇപ്പോൾ വന്ന് മാനുവൽ കാറിനേക്കാളും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന ഓട്ടോമാറ്റിക്. അതായത് നമ്മൾ
നമ്മുടെ ആൾക്കാരുടെ പ്രിഫറൻസ് ഓഫ് ചോയ്സസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. 4x4 നമുക്ക് ഓൾറെഡി കിട്ടുന്നത് ഡീസലിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് പെട്രോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള AX7 ലക്ഷറിയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കിനകത്ത് വരുന്നൊരു നമുക്കൊരു എംസ്റ്റാലിൻ എന്ന് പറയുന്ന എഞ്ചിനാണ്. 2 ലിറ്ററാണ് വരുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ഫിഗേഴ്സാണ് വാഹനത്തിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് 174 PS ആണ് പവറായിട്ട് വരുന്നത്. അതുപോലെ 380 എണ്ണം ടോർക്ക് കിട്ടും. അത് അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. അപ്പോൾ 4x4 വരുന്ന സമയത്തും ഒക്കെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 2 ഗിയർ ബോക്സ് ഓപ്ഷൻസും കിട്ടും. എല്ലാ വേരിയൻറ്റിലും കിട്ടില്ല. നമുക്ക് 6 സ്പീഡ് ഒരു മാനുവലും അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കലും ഇതിന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അതനുസരിച്ച് നമുക്ക് നമ്മുടെ ചോയ്സസ് നമുക്ക് എടുക്കാണ്ട് പറ്റും. പിന്നെ ഈ വാഹനത്തിൻ്റെ മൈലേജ് കൃത്യമായിട്ടൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കൊരു 10 മുതൽ 12 വരെയൊക്കെ ആയിരിക്കാം. ഇത്ര വലിയ വണ്ടി ആയതുകൊണ്ടും ഇത്ര വലിയ എഞ്ചിൻ ആയതുകൊണ്ടുമൊക്കെ അങ്ങനെ ആയിരിക്കാം. അപ്പം ഇതിൻ്റെ ബുക്കിങ്സ് ഓൾറെഡി എടുത്ത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ October 3 മുതൽ നമുക്ക് ബുക്ക് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ 21,000 രൂപയായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിലേക്ക് പോയി ട്രിവാൻഡ്രത്തുള്ളവർ നേരെ SS മഹീന്ദ്ര വന്നിട്ട് ആ പൈസ അങ്ങോട്ട് കൊടുത്താൽ മതി. അവർ ബുക്കിങ്സ് എടുത്ത് തരും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. കാരണം ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ സിഗ്നേച്ചർ ആയിട്ടുള്ള ഏറ്റവും വലിയ ഡീലേഴ്സാണ് SS മഹീന്ദ്ര. ഇവർക്ക് ഇവിടെ മാത്രമല്ല ട്രിവാൻഡ്രത്തെ ഏകദേശം 4ഓളം ഈ പറയുന്ന ഔട്ട്ലെറ്റുകളുണ്ട്. അവരുടെ മെയിൻ ഔട്ട്ലെറ്റാണ് വഴിയിലെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് സാബിൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ഈ വാഹനത്തിന് ടെസ്റ്റ് ഡ്രൈവ്സ് റിക്വസ്റ്റ് ചെയ്യാം. അതേപോലെ ടെസ്റ്റ് ഡ്രൈവ്സിനൊക്കെ ഭയങ്കര തിരക്കാണ്. ഓക്കെ, ടെസ്റ്റ് ഡ്രൈവ്സിനൊക്കെ നല്ല തിരക്കാണ്. കാരണം ഈ വാഹനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്ര ഡിമാൻഡുള്ളൊരു വാഹനമാണ്. എല്ലാ ആൾക്കാരും ഓടിച്ചെങ്കിലും നോക്കാൻ ആഗ്രഹിക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ റഷ് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കുക, വാഹനം ബുക്ക് ചെയ്യുക, വാഹനം മേടിക്കുക, ഓടിക്കുക, സന്തോഷം അടയുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തൊട്ട് താഴെ കമൻറ്റ് രൂപേണ എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ പേജസൊക്കെ ഫോളോ ചെയ്യത്തില്ലാത്തവരെ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബിൻ ഷോ.